വോട്ടർ പട്ടികയിൽ പേരില്ലാത്തത് ചോദ്യം ചെയ്ത് ബിനു നൽകിയ ഹർജി ഇപ്പോൾ ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. സെലിബ്രിറ്റികൾക്കും സാധാരണക്കാരനും ഒരേ നിയമം എന്നാണ് കോടതിയുടെ ഓർമ്മപ്പെടുത്തൽ. ബിനിലുണ്ട്. ബിനിൽ പ്രതീക്ഷ അർപ്പിച്ചു പോയിരുന്നു കോടതിയിലേക്ക്. നേരത്തെ തദ്ദേശ സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ടും അവിടുത്തെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ ഉൾപ്പെടെ നൽകിയ സംസ്ഥാന കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ടൊക്കെ നിലനിൽക്കുമ്പോൾ കോടതിയായിരുന്നു അഭയം. ഇപ്പോൾ കോടതി എന്ത് നിലപാടാണ് ബിനുവിനെ തിരിച്ചടിയായി എടുത്തിരിക്കുന്നത്? പ്രതീക്ഷ, തിരുവനന്തപുരത്തെ വൈഷ്ണ സുരേഷിന്റെ കേസിൽ ഹൈക്കോടതി ഇടപെട്ടതോടുകൂടിയാണ് ഇത്തരത്തിൽ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരൊക്കെ കൂട്ടത്തോടെ ഹൈക്കോടതിയിലേക്ക് എത്തുന്നൊരു രീതി ഉണ്ടായിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ കോടതി നിലപാട് കടുപ്പിച്ചിരിക്കുന്നു. കോടതി അതിലൊരു വ്യക്തത വരുത്തിയിരിക്കുകയാണ്. ഇപ്പോൾ ഈ VM വിനുവിന്റെ കാര്യത്തിൽ കോടതി പറയുന്നത് കരട് വോട്ടർ പട്ടികയിൽ പോലും പേരില്ലാത്തയാളാണ് VM വിനു. ആ VM വിനു എങ്ങനെ മത്സരിക്കും എന്നതാണ് ഹൈക്കോടതി ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം. വിനുവിന്റെ ഹർജിയിൽ തന്നെ താൻ ഒരു സെലിബ്രിറ്റി ആണെന്നും തന്റെ വോട്ട് ഒഴിവാക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നും താൻ അപ്പീൽ കൊടുത്തിട്ട് അപ്പീൽ പരിഗണിക്കുന്നില്ല, രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ അപ്പീൽ പരിഗണിക്കുന്നില്ല തുടങ്ങിയ വാദങ്ങളൊക്കെയാണ് ആ ഹർജിയിലുള്ളത്. അതുകൊണ്ടാണ് കോടതി ചില ശക്തമായ നിരീക്ഷണങ്ങൾ ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. അത് സെലിബ്രിറ്റി ആയാലും സാധാരണക്കാരനായാലും നിയമം ഒരുപോലെയാണ്. വോട്ടർ പട്ടികയിൽ പേരില്ല എങ്കിൽ അയാൾക്ക് മത്സരിക്കാൻ കഴിയില്ല, അത് വ്യക്തമാണ്. അതുകൊണ്ട് കരട് വോട്ടർ പട്ടികയിൽ പോലും VM വിനുവിന്റെ പേരില്ലാത്ത പശ്ചാത്തലത്തിൽ വിനുവിനെ സഹായിക്കാൻ കഴിയില്ല. ഹർജി തള്ളുകയാണ് എന്നാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ വ്യക്തമാക്കിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ മറ്റ് ചില ഹർജികൾ കൂടി ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വന്നു. അതിനുശേഷം വന്നത് തിരുവനന്തപുരത്തെ ഇത് സമാനമായ ഒരു കേസാണ്. അതായത് കൈതമുക്ക് വാർഡിലെ ഒരു വാർഡിലേക്ക് പേര് മാറ്റിയ ഒരാൾ ഇതുമായി ബന്ധപ്പെട്ട തന്റെ വോട്ട് വെട്ടിമാറ്റിയെന്ന വാദവുമായി എത്തി. ആ കേസിൽ കോടതി കൂടുതൽ കടുത്തൊരു നിലപാട് തന്നെ സ്വീകരിച്ചിട്ടുണ്ട്. അത് ആ വാക്കുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അതായത് നിങ്ങൾ ഈ വോട്ടർ പട്ടികയെ നോക്കാതെയാണോ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു വരുന്നത് എന്നൊരു ചോദ്യം തിരുവനന്തപുരത്തെ കേസിൽ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നു. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കാൻ വരുന്നവർ കുറച്ചുകൂടി പക്വതയും ബോധവുമൊക്കെ കാണിക്കണം എന്നുകൂടി ആ തിരുവനന്തപുരത്തെ കേസിൽ കോടതി എടുത്തു പറഞ്ഞിരിക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് തീർത്തും വിദ്യാഭ്യാസം പോലും ഇല്ലാത്തവർ പോലും തങ്ങളുടെ വോട്ട് നിഷേധിക്കപ്പെട്ടപ്പോൾ ഈ കോടതിയിൽ വരികയും ആ കോടതി ആ വോട്ട് അനുവദിക്കുകയും ഒക്കെ ചെയ്തൊരു പശ്ചാത്തലമുണ്ട്. അത് കോടതി എടുത്തു പറയുന്നു. അതായത് തങ്ങളുടെ വോട്ട് ഉണ്ടോ ഇല്ലയോ, കരട് വോട്ടർ പട്ടികയിൽ വെട്ടപ്പെട്ടിട്ടുണ്ടോ എന്നത് പരിശോധിച്ചുറപ്പാക്കുക വോട്ടറുടെ ഉത്തരവാദിത്തമാണ്. ആ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തവർ പോലും തങ്ങളുടെ ജനാധിപത്യപരമായ ഏറ്റവും വലിയ അവകാശം നേടിയെടുക്കാനായി കോടതിയിലേക്ക് വരികയാണ്. അപ്പോഴാണ് പലരും ഈ കരട് വോട്ടർ പട്ടികയിൽ പോലും പേരുണ്ടോ എന്നത് പരിശോധിക്കാതെ സ്ഥാനാർത്ഥിത്വവും ഒക്കെ പ്രഖ്യാപിച്ചു വരുന്നത് എന്നതാണ് ആ തിരുവനന്തപുരം കേസുമായി ബന്ധപ്പെട്ടത്. ഈ കോഴിക്കോട്ടെ VM വിനുവിന്റെ കേസിലല്ല, തിരുവനന്തപുരത്തെ മറ്റൊരു കേസുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി കൃത്യമായി ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെച്ചിരിക്കുകയാണ്. കാരണം ഇതുപോലെ കൂടുതൽ പേർ ഹൈക്കോടതിയുടെ മുന്നിലേക്ക് വരുമ്പോൾ കോടതി സ്വരം കടുപ്പിക്കുകയാണ്. കാര്യം നിയമപരമായി ഒട്ടും സാധ്യമല്ലാത്ത കാര്യവുമായി കോടതിക്ക് മുന്നിലേക്ക് വരുന്നതിനെ തന്നെയാണ് ഇപ്പോൾ ഹൈക്കോടതി ചോദ്യം ചെയ്യുന്നത്. വളരെ പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട ഒരു പോയിന്റാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അതായത് EV ഉണ്ണികൃഷ്ണൻ ഇപ്പോൾ കോടതി നോക്കൂ, കോടതി ചോദിച്ചത് അതായത് നിങ്ങൾക്കൊന്നും, അതായത് ഇത്രയും മത്സരിക്കുന്ന ആളുകളുണ്ട്, വിദ്യാഭ്യാസ യോഗ്യരായ ആളുകളാണ്, സ്വന്തം ഒരു സ്ഥാനാർത്ഥിയുമായി ബന്ധപ്പെട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ വോട്ടുണ്ടോ, എനിക്ക് ആ ബൂത്തിൽ അല്ലെങ്കിൽ എനിക്ക് ആ വാർഡിൽ വോട്ടുണ്ടോ എന്ന് പോലും അറിയാത്തവരാണോ എന്ന് ചോദിക്കുമ്പോൾ എത്രത്തോളം പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. മാത്രമല്ല ഒരു സംവിധാനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പോൾ ഇത് ചോദിച്ചു വാങ്ങിയ ഒരു തിരിച്ചടി തന്നെയാണോ EV? അതും കൂടി ഇപ്പോൾ ഇന്ന് കേട്ടു. കാരണം ഇത് കയ്യിലിരുമ്പിൻ്റെ പ്രശ്നമാണ് കോൺഗ്രസിൻ്റെ. പ്രാഥമികമായി ഒരാളെ സ്ഥാനാർത്ഥി ആക്കുമ്പോൾ അദ്ദേഹം അവിടുത്തെ വോട്ടറാണോ എന്നുള്ളൊരു പ്രാഥമിക പരിശോധനയല്ലേ? അത് നടത്താതെ എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇത്രയും കാലമായിട്ട് കോൺഗ്രസ് തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിന് എന്ത് ഒരുക്കമാണ് നടത്തിയത്? ഇനിയിപ്പോൾ VM വിനു കോൺഗ്രസ്സുകാരനല്ല എന്ന് തന്നെ കൂട്ടട്ടെ, ആ ബൂത്തിലെ ആ വാർഡിലെ കോൺഗ്രസിൻ്റെ ഒരു പ്രതിനിധിക്ക് അറിയണ്ടേ അദ്ദേഹത്തിൻ്റെ വാർഡിൽ എത്ര വോട്ടുകൾ നീക്കം ചെയ്യപ്പെട്ടിട്ടുണ്ട്, എത്ര വോട്ടുകൾ കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുണ്ട്, അദ്ദേഹം അറിയണ്ടേ? അല്ലെങ്കിൽ പിന്നെ ഇവർ എന്ത് രാഷ്ട്രീയ പ്രവർത്തനമാണ് ഇത്രയും കാലം ഇവിടെ നടത്തുന്നത്? അതിപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് കൂടി കേട്ടതോടുകൂടി അത് പൂർണ്ണമായി എന്നാണ് എൻ്റെ വിചാരം. തീർച്ചയായും അവിടെ എത്രത്തോളം ജാഗ്രത CPM-നെ സംബന്ധിച്ചുള്ള അറിയാം. LDF-ന് ഒരു സംഘടനാ സംവിധാനമുണ്ട്. കൃത്യമായിട്ടും അവർ ബൂത്ത് ലെവലിലടക്കം എത്ര ആളുകളെ വോട്ട് ചേർക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ജാഗ്രത ഉണ്ടായപ്പോൾ കാട്ടാറുണ്ട്. ഇവിടെ എന്തുകൊണ്ടാണ് UDF സംവിധാനത്തിന് അങ്ങനെ ഒരു പിഴവ് പറ്റിയതാണ്? അല്ല CPM-നും പറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കണ്ണൂരിലെ ആന്തൂർ നഗരസഭയിൽ അവരുടെ ഒരു സ്ഥാനാർത്ഥിക്ക് ഇതുപോലെ വോട്ടർ പട്ടികയിൽ പേരില്ലാതെ മത്സരിക്കേണ്ടി വന്നു. അത് ഇല്ല, അതില് സ്ഥാനാർത്ഥിയാക്കാൻ ആളെ പരിഗണിച്ചു ബക്കളത്ത്. അല്ല വോട്ടർ പട്ടിക മീൻസ് പത്രിക കൊടുത്തിട്ടില്ല, പക്ഷെ ആ പരിഗണിച്ച സ്ഥാനാർത്ഥിക്ക് വോട്ടില്ല. എന്നിട്ട് ആ കൺവെൻഷനിൽ
പിന്നെ CPM സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് തന്നെ അത് പരസ്യമായിട്ട് ആ പാർട്ടി കമ്മിറ്റിയെ ശാസിക്കുന്ന ഒരു ദൃശ്യം നമ്മൾ കണ്ടായിരുന്നു. ഇവിടെ പറ്റിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞത് തന്നെയാണ് സത്യം. അതായത് അവിടെ സ്വന്തം പാർട്ടിക്കാരെ സംസ്ഥാന പാർട്ടി സെക്രട്ടറി ശാസിക്കുന്നു. കോൺഗ്രസ് ആണെങ്കിൽ ഇത് എതിരാളികളുടെ ഗൂഢാലോചന എന്നാണ് അതായത് ആരോപിക്കുന്നത്. കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, സെലിബ്രിറ്റി ആയാലും സാധാരണ പൗരനെ പോലെയാണ് എന്ന് പറയുമ്പോൾ ഇത്തരം സമാനമായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും ഒരു മെസ്സേജാണ്, സന്ദേശമാണ്. നാളെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടി മത്സരിക്കാൻ ഇറങ്ങുന്ന ആളുകൾക്ക് കൃത്യമായ ഒരു പാഠമാണ്. ഇതിനിടയിൽ ഒന്ന് പ്രത്യേകിച്ച് സംഭവിച്ചത് വ്യത്യസ്തമായ ഒന്ന് വൈഷ്ണ എന്ന് പറയുന്ന ആ കുട്ടിയുടെ തിരുവനന്തപുരത്തെ. അപ്പൊ അതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കരട് വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും ആൾക്കാർ ചലഞ്ച് ചെയ്യുമല്ലോ, രാഷ്ട്രീയ എതിരാളികളും ഒക്കെ തന്നെ. അത് അവരുടെ ജോലിയാണ്. ഇപ്പോൾ അതിന് തെറ്റായി ഗൂഢാലോചന എന്ന് പറയാൻ കഴിയില്ല പൂർണ്ണമായിട്ടും. കാരണം ചില വോട്ടർമാരുടെ സ്ഥലത്തുണ്ടാവില്ല, പേര് പിന്നെ താമസ സ്ഥലത്ത് മാറിയിട്ടുണ്ടാവും. അങ്ങനെയുള്ള പേരുകൾ ചൂണ്ടിക്കാട്ടുന്ന ഒരു സ്വഭാവം. ഒരു കാര്യം അതെ, പക്ഷെ അത് അതിനകത്ത് പക്ഷെ അനുകൂലമായിട്ടാണ് കോടതി ചൂണ്ടിക്കാട്ടുന്നത്. ഒരു കാര്യം ബിനുവിന് ഇനി മത്സരിക്കാൻ കഴിയില്ല. അത് കോൺഗ്രസിന് തിരിച്ചടിയാണോ? അത് മലബാറിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന അല്ലല്ല, കോൺഗ്രസിന് തിരിച്ചടിയാണോ എന്ന് പറയുമ്പോൾ ഇപ്പൊ തന്നെ കോൺഗ്രസ് കോഴിക്കോട്ടെ കേസിൽ ഇപ്പോൾ വൈഷ്ണവ് സുരേഷിന്റെ പ്രമേശനം പറഞ്ഞ പോലെ വ്യത്യസ്തമായ ഒരു കേസാണ്. അതിൽ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടെന്നും അത് കോടതിക്കും പൊതുസമൂഹത്തിനൊക്കെ ബോധ്യപ്പെടും. പക്ഷേ കോഴിക്കോട്ടെ 2 കേസിലും കോൺഗ്രസ് നേതൃത്വം അപഹാസ്യരാവുകയാണ്. അത് സത്യത്തിൽ ഗൗരവത്തോടെ ഈ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചില്ല UDF എന്ന പ്രതിച്ഛായാണ് വോട്ടർമാർക്ക് നൽകുക. തീർച്ചയായും അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചടി ഉണ്ടാകുന്നു എന്നുള്ളതാണ്